കൊല്ലപ്പെട്ട അയത്തുല്ല അലി ഖമനയുടെ മകൻ മുജ്തബ ഖമനായി ഇറാന്റെ പരമോന്നത നേതാവ്. മതപണ്ഡിത സഭയാണ് മുജ്തബയെ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതേസമയം 10ാം നാളിലും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ട് ലബനോണിൽ ഇസ്രയേലും ആക്രമണം തുടരുകയാണ്. പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി പി ജെയിംസ്. മുജ്തബ ഖമനയി ആണ് അയത്തുള്ള അലി ഖമനയുടെ പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നേരത്തെ അയത്തുള്ള അലി ഖംനയുടെ ഭരണകാലത്തും അല്ലെങ്കിൽ അദ്ദേഹം ഈ സുപ്രീം ലീഡറായി ഇരുന്ന സമയത്തും കാര്യങ്ങൾ തീരുമാനിക്കുകയും അല്ലെങ്കിൽ അവിടെ നടന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട ആളാണ് മുജ്തബ എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അദ്ദേഹമായിരുന്നു ഇതിന്റെ എല്ലാം ബുദ്ധികേന്ദ്രം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് രാഷ്ട്രത്തിന് ആവശ്യമായ സൈനിക തരത്തിലുള്ള തീരുമാനങ്ങൾക്ക് എടുക്കാൻ പ്രാപ്തിയുള്ള അതിന്റെ തന്ത്രങ്ങൾ അറിയാവുന്ന ആളാണ് മുജ്തബ എന്നാണ് പൊതുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മിതവാദികളുമായുള്ള ഭിന്നത കൂടുതൽ രൂക്ഷമാകാനാണോ സാധ്യത? ഈ സ്വന്തം പിതാവിന്റെ രക്തത്തിന് പകരം ചോദിക്കുക എന്ന ഒരു ദൗത്യം കൂടി മുജ്തബയിലേക്ക് വരികയാണല്ലോ. അപ്പോൾ കൂടുതൽ ശക്തമായ പ്രത്യാക്രമണമാണോ നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ടത്? ഗോപി, തീർച്ചയായിട്ടും ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം അലി ഖമനയുടെ മകൻ മുജ്തബ അലി ഖമനായി തെരഞ്ഞെടുക്കപ്പെട്ടു പരമോന്നത നേതാവായി എന്നുള്ളത് ഒരുപക്ഷെ ഈ യുദ്ധം കൂടുതൽ രൂക്ഷമാവാൻ കാരണമാവുമെന്ന് വ്യക്തമായിരിക്കുകയാണ്. കാരണം അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്ത പറഞ്ഞുകൊണ്ടാണ് അത് പുതിയ പരമോന്നത നേതാവിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ആക്രമണം ശക്തമാക്കുകയാണ് എന്നാണ് അവിടുത്തെ റവല്യൂഷണറി ഗാർഡ്സ് പറഞ്ഞിരിക്കുന്നത്. കാരണം റവല്യൂഷണറി ഗാർഡ്സിന്റെ കയ്യിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഗോപി ചോദിച്ചതുപോലെ അവിടുത്തെ ഇറാന്റെ പ്രസിഡന്റ് മിതവാദിയായ മസൂദ് പെസഷ്കിയാൻ പരമോന്നത നേതാവിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയാണ് പ്രസിഡന്റായത്. അദ്ദേഹമാണ് പറഞ്ഞത് ഇറാൻ മറ്റ് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചത് തെറ്റായിപ്പോയി, മാപ്പ് ചോദിക്കുന്നു, ഞങ്ങൾ ഇനി ആക്രമിക്കില്ല. പക്ഷേ അദ്ദേഹത്തെ തിരുത്തുകയും റവല്യൂഷണറി ഗാർഡ്സ് അവര് തീവ്ര നിലപാടുള്ളവർ രോഷാകുലരായി അതിനെ തള്ളിക്കൊണ്ടാണ് വീണ്ടും ന്യൂ വേവ് ഓഫ് അറ്റാക്ക് നടത്തിയത്. സൗദിയിലേക്ക്, കുവൈറ്റിലേക്ക്, ഖത്തറിലേക്ക്, അതുപോലെ തന്നെ മറ്റ് പല ഖത്തർ അടക്കമുള്ള പ്രമുഖമായിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ ഗോപി. അപ്പോൾ അത് രൂക്ഷമായി തുടരുകയാണ്. സൗദിയിലേക്ക് വന്നതൊക്കെ സൗദി തകർത്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ആക്രമണം തുടരുന്നു. പിന്നെ അവിടുത്തെ കുടിവെള്ള പ്ലാന്റുകൾ, ജലശുദ്ധീകരണം, കടൽ വെള്ളം ജലശുദ്ധീകരിക്കുന്നതാണ് ഗൾഫിൽ മുഴുവൻ കുടിവെള്ളത്തിനുള്ള ഏറ്റവും വലിയ ആശ്രയമായിട്ടുള്ളത്. ആ പ്ലാന്റുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നു എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ളതാണ്. ഒപ്പം തന്നെ ഇസ്രായേലിന്റെ ആക്രമണം ലെബനനിലേക്ക് ചെന്നിരിക്കുന്നത് കൂടുതൽ രൂക്ഷമാകുന്നു. അവിടെ മരണസംഖ്യ 400 ഗോപി എന്ന് മാത്രമല്ല, അവിടെ ലെബനോനിലെ ഹെസ്ബുള്ളയും ഇസ്രായേലിന്റെ സേനയും തമ്മിൽ നേരിട്ട് ലെബനോനിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. സിറിയൻ ബോർഡർ വഴി ഹെലികോപ്റ്ററിൽ അവരവിടെ എത്തി അതിനെ ചുറ്റി വളഞ്ഞ് ഹെസ്ബുള്ള ആക്രമിച്ചു. 2 സൈനികർ ആദ്യം ഇസ്രായേലിന്റെ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ആദ്യമായിട്ടാണ് ഇസ്രായേലിന്റെ സൈനികര് ലെബനോനിലെ കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിന്റെ വാർത്ത വരുന്നത്. ആ തരത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ, സൗദി ഇത് വലിയ ചർച്ചയാവുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെയാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇറാനുമായിട്ടുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ വരുന്നു കണ്ടപ്പോഴാണ് ഇന്ത്യ വ്യക്തമാക്കിയത് ഇറാന്റെ യുദ്ധക്കപ്പൽ നമ്മുടെ സംരക്ഷണയിലാണ്. അതെന്തായാലും അമേരിക്ക പറഞ്ഞാലും വിട്ടുകൊടുക്കാനുള്ള ഒരു അവസ്ഥയൊന്നുമില്ല. അമേരിക്കയ്ക്ക് അതിൽ അതൃപ്തി ഉണ്ടെന്ന് വരുന്നുണ്ട്. എന്തായാലും ട്രംപിന് വല്ലാത്തൊരു ട്രാപ്പാണ് സംഭവിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.